ഇനി നമുക്ക് ഇന്ന് ഒരു അതിഥി നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. നമ്മുടെ ഈ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നവർക്കും അല്ലെങ്കിൽ ടാലൻറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു ഷോ ആണ്. അപ്പം ഇന്ന് ലക്ഷദ്വീപിൽ നിന്ന് ഒരു ഡോക്ടർ കുട്ടിയാണ് നമുക്ക് അതിഥിയായിട്ട് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടി അവർ ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ അടുത്ത് പങ്കുവയ്ക്കാനാണ് ലക്ഷദ്വീപിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. തീർച്ചയായിട്ടും. ലക്ഷദ്വീപിലെ ആന്ത്രോത്ത് ദ്വീപിൽ നിന്നും കടൽ കടന്നു വന്ന് കേരളത്തിന്റെ മരുമകളായ ഡോക്ടർ സെറീന ജെയിംസ്, BNYS MD, PhD, ഗവൺമെന്റ് സർട്ടിഫൈഡ് സീനിയർ ന്യൂറോപാത്ത്, വേൾഡ് ഹ്യൂമൻ റൈറ്റ് പ്രൊട്ടക്ഷൻ മെമ്പർ, ആൾട്ടർനേറ്റ് റിസർച്ചർ കൂടിയാണ്. പണമില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ ചികിത്സ മുടങ്ങരുത് എന്ന് പറഞ്ഞ ആദ്യ ഡോക്ടർ കൂടിയാണ് ഡോക്ടർ സെറീന ജാസ്മിൻ. അക്യുപഞ്ചർ എന്ന ചികിത്സയെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കുന്നതിനായി MRF അഥവാ മെറിഡിയൻ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടി നടത്തിവരികയാണ് ഈ ലക്ഷദ്വീപുകാരി. അപ്പോൾ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് ആദ്യമായിട്ടാണ് ലക്ഷദ്വീപിൽ നിന്ന് ഒരു അതിഥിയെ കിട്ടുന്നത് തന്നെ. അതും ഒരു ഡോക്ടറാണ്, ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരാളാണ്. സത്യത്തിൽ ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷോ ആണ്. അപ്പം താങ്കളെ പോലുള്ള പേഴ്സണാലിറ്റീസിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര വലിയ സന്തോഷമായിട്ട് കാണുന്നു. താങ്ക് യു സോ മച്ച്. എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം ഇങ്ങനെ ഒരു വലിയൊരു ഫ്ലോറിൽ വരാൻ പറ്റുക, മാത്രമല്ല സീരിയലിലെ വലിയ സൂപ്പർ സ്റ്റാർസ് ആണ് ഇരിക്കുന്നത്. കാരണം തിയേറ്റർ ഒന്നുമില്ല. അവിടെ ഒരുപാട് മലയാളി കുടുംബങ്ങളുണ്ട് അല്ലേ? മലയാളീസ് ഇവിടെ വർക്കൊക്കെ ആയിട്ട് അങ്ങനെ ഗവൺമെന്റ് ജോബ്സ് അല്ലാത്ത എന്തെങ്കിലും ജോലിക്കായിട്ട് വരുന്നവരല്ലാണ്ട് 100% അവിടെ ഉള്ളവർ തന്നെയാണ്. അപ്പൊ ഈ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ഒരു മെമ്പറും കൂടിയാണ്. തീർച്ചയായിട്ടും. ഞാൻ 15 വർഷമായിട്ട് സോഷ്യൽ വർക്കിലുണ്ട്. അതായത് ചെറുപ്പം മുതലേ ഈ എന്തെങ്കിലും ഇൻസ്പിറേഷൻ ആയിട്ടാണോ അതിലേക്ക് എത്തിയത്, അതെയോ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്? എന്താണെന്ന് അറിയില്ല. എനിക്കൊന്ന് ഇൻബോൺ ആയിട്ട് തന്നെ എനിക്ക് ഇങ്ങനെ കുറെ സങ്കടപ്പെടുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ കാണുമ്പോൾ അവരെ തനിയെ തന്നെ എൻ്റെ ഉമ്മ പറയാറുണ്ട്, ചെറുപ്പം മുതലേ സ്കൂളിൽ പോയാൽ തന്നെ ഇപ്പോൾ ഒരു പെൻസിൽ കൊണ്ടുപോയാൽ മതി, പക്ഷെ ഞാൻ ഉമ്മ തന്നില്ലെങ്കിലും കട്ടെടുത്ത് 5 പെൻസിലൊക്കെ കൊണ്ടുപോകും, എന്നിട്ടത് എല്ലാവർക്കും കൊടുക്കും. അവസാനം ഒരു പെൻസിൽ പോലും ഇല്ലാണ്ടാണ് തിരിച്ചു വരുന്നതെന്നൊക്കെ ഉള്ളത്. അവ ചെറുപ്പം മുതൽ ചെറുപ്പം മുതൽ ആ ഒരു ഷെയർ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ എൻ്റെ ഒരു മേഖല തിരഞ്ഞെടുത്തത്. കാരണം ദൈവം തമ്പുരാൻ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മനുഷ്യത്വം കീപ്പ് ചെയ്യാന്നുള്ളതാണ്. അല്ലാണ്ട് ജീവിക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ നമ്മൾ മനുഷ്യത്വത്തോടു കൂടി ഒരു നമ്മുടെ സ്വയം ഒരേ വർഗത്തിലുള്ള മനുഷ്യരോട് പോലും ഇന്നത്തെ കാലത്ത് എനിക്ക് ഏറ്റവും വിഷമം, ഞങ്ങളുടെ നാട്ടിൽ എല്ലാവർക്കും എല്ലാവരെയും അറിയാം അല്ലെങ്കിലും ചിലപ്പോൾ അറിയാത്ത ഫാമിലീസിലുള്ള ആൾക്കാരായാലും ചിരിക്കും കാണുമ്പോൾ തന്നെ. അപ്പം ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്ന കേരളത്തിൽ നിന്നാണ്. ഞാൻ ഒരിക്കലും കേരളത്തെ കുറ്റപ്പെടുന്നത്, എൻ്റെ ബ്രീത്ത് ഇരിക്കുന്ന കേരളത്താണ്. ഞാൻ കേരളത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് കേരളത്തിൽ വന്നത്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് വീട് റോഡ് സൈഡിൽ തന്നെ. അപ്പം ഞാൻ അവിടെ ചെടിയിലൊക്കെ വെള്ളം ഒഴിച്ചൊക്കെ ഇരിക്കുമ്പോൾ വൈകുന്നേരം ഞാൻ റോട്ടിൽ കൂടി പോണവരോട് വരുന്നവരോട് ചിരിക്കും, വെറുതെ ചിരിക്കും. അപ്പോൾ അവർക്ക് എന്നെ അറിയില്ല, അപ്പോൾ അവരതുകൊണ്ട് എന്നോട് ചിരിക്കുകയില്ല. പിന്നെ കുറേ ദിവസം കഴിയുമ്പോൾ അവർ വിചാരിച്ചു ഇനി എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെയുള്ളത്. പിന്നെ അവർ തന്നെ തിരിച്ച് ചിരിച്ചു തുടങ്ങി. കാരണം നിങ്ങളുടെ അവിടുത്തെ കൾച്ചർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, എല്ലാവരും രാവിലെ അല്ലെങ്കിൽ കാണുമ്പോൾ അതെ. അപ്പൊ എനിക്ക് പറയാനുള്ളത് അതാണ്. കാരണം ചിരിക്കുമ്പോൾ നമുക്ക് ഫിസിക്കലി നമുക്ക് മെഡിക്കലി കുറേ അതിന് ഡെഫിനേഷൻ ഉണ്ട്. ഒരുപാട് ഫേഷ്യൽ നെർവ്സ് ഒക്കെ ആക്റ്റീവായിട്ട് പോസിറ്റീവ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് തന്നെ സാധിക്കും. ഇങ്ങനെ ഒരു വെറും ചിരിയല്ല അത്. അപ്പൊ അതുകൊണ്ട് അത് എല്ലാവരും ഒന്ന് ഒബേ ചെയ്യാന്നുള്ളത്. ഞാൻ കേട്ടിടത്തോളം അവിടെ ഒരുപാട് റെസ്ട്രിക്റ്റഡ് ആണ് അവിടെ പല കാര്യങ്ങളും. അപ്പൊ അവിടെ നിന്ന് ഇതുപോലെ ഒരു സോഷ്യൽ വർക്ക് ആയിട്ട് പുറത്തേക്ക് വരാൻ എങ്ങനെയാണ് അതിനൊരു പ്രചോദനം എന്ന് പറയുമ്പോൾ ഞാൻ കേരളത്തിൽ ഡിഗ്രി പഠിക്കാനായിട്ട് കേരളത്തിൽ വന്നു. അന്ന് ഞാൻ പഠിക്കുന്ന സമയം, അന്നെന്നൊക്കെ പറയുമ്പോൾ 1990 ഒന്നും അല്ല, ഒരുപാട് പ്രായമൊന്നുമില്ല. എന്നാലും അന്നൊന്നും ഡിഗ്രി കോളേജുകളൊന്നും ഇല്ല സാർ. അപ്പം നമ്മൾ ഇനി അവിടെ ലേഡീസിനെ ഒന്നും അത്ര അങ്ങ് +2 കഴിഞ്ഞാൽ പിന്നെ മതി, അല്ലെങ്കിൽ 10th കഴിഞ്ഞാൽ മതി, പിന്നെ എന്തിനാ പഠിക്കുന്നതെന്നുള്ളത്. പക്ഷേ അതിനൊക്കെ ഹാൻഡ്സ് ഓഫ് ചെയ്യേണ്ടത് എൻ്റെ മദറിനെയാണ്. കാരണം മദർ അധികം പഠിച്ചിട്ടില്ല. അപ്പോൾ മദറിന് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നെ പഠിപ്പിക്കണമെന്നുള്ളത്. ഞാനാണെങ്കിൽ ഒരൊറ്റ മോളേ ഉള്ളൂ. ഒരിക്കലും കേരളത്തിലൊക്കെ വിട്ട് എന്നെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഇമ്പോസിബിൾ. എൻ്റെ ഫാമിലിയിൽ നിന്ന് വിടേയില്ല. പക്ഷെ മദർ ഒറ്റ ഒരാളാണ് പറഞ്ഞത്, വിദ്യാഭ്യാസമാണ് ഏറ്റവും വലുത്, എന്തായാലും
അവളെ വിട്ട് പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ സെന്റ് ട്രീസാസിൽ, എറണാകുളത്ത് സെന്റ് അവിടെയാണ് ട്രീസാസിലാണ് പഠിച്ചത്. പഠിച്ചത്. ആൻഡ് പിന്നെ ഈ ലക്ഷദ്വീപിൽ നിന്ന് വളരെ സാഹസികമായി കേരളത്തിൽ വന്ന് പഠിച്ച് ഇവിടെയുള്ളൊരു നമ്മ പയ്യനെ കല്യാണം കഴിച്ചു. ആ, അദ്ദേഹം പെട്ടു. അദ്ദേഹം പെട്ടു, അതും പ്രേമിച്ച് കല്യാണം കഴിച്ചു അല്ലേ? നിങ്ങളുടെ ആ പ്രണയ കഥ എങ്ങനെയാ? നമ്മുടെ അനാർക്കലി സിനിമ പോലത്തെ എന്തെങ്കിലും പ്രണയ കഥ? ഓൾമോസ്റ്റ് അനാർക്കലി സിനിമ. അനാർക്കലി ഇറങ്ങിയ സമയത്ത് ഞാൻ ഓർത്തു ഇത് ശരിക്കും എന്റെ കഥയാണല്ലോ, ഇതെങ്ങനെ കോപ്പി ചെയ്തു എന്നൊക്കെ ഉള്ളത്. അപ്പോ ശരിക്കും അതിലുള്ള കുറെ കാര്യങ്ങൾ സെയിമാ. എന്റെ ഉമ്മ ഇങ്ങനെ പഠിപ്പിക്കാൻ തന്നെ പല ട്യൂഷൻ സെന്ററുകളിലും പല പ്രൈവറ്റ് ആയിട്ടൊക്കെ പല ടീച്ചേഴ്സിനൊക്കെ വീട്ടിൽ വിളിച്ചിട്ടൊക്കെ എന്നെ പഠിപ്പിക്കുന്നത്. കാരണം അവിടെ അത്രമാത്രം വലിയ പഠിത്തമൊന്നുമില്ല, ഇംഗ്ലീഷ് മീഡിയം അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ സാധാരണ ഒരു സിലബസിലാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞാനൊരു 3rd സ്റ്റാൻഡേർഡിൽ എന്തോ എത്തുമ്പോഴാണ് എനിക്ക് എപ്പോഴും പനിയായിരിക്കും. എല്ലാ വർഷവും അന്നൊക്കെ 3 എക്സാം ആണല്ലോ, മിഡ് ടേമും ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേം എക്സാം. അപ്പോൾ ഈ ലാസ്റ്റ് ടേം എക്സാം എഴുതിയാൽ മിഡ് ടേം എഴുതാൻ പറ്റില്ല, മിഡ് ടേം എഴുതിയാൽ ലാസ്റ്റ് ടേം എഴുതാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അഡ്മിറ്റഡ് ആയിരിക്കും ഹോസ്പിറ്റലിൽ. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്ത് പിന്നെ ഇവിടെ മണിപ്പാൽ അവിടെ അത്ര വലിയ ഫെസിലിറ്റീസ് ഒന്നുമില്ല. അപ്പോൾ എല്ലാത്തിനും കേരളത്തെ ആശ്രയിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് അറിയുന്നത് ചെറിയൊരു WBCയുടെ കൗണ്ടിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. ദാറ്റ് മീൻസ് ഒരു ബ്ലഡ് ക്യാൻസർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആയിട്ട് പിന്നെ അതിന് കുറേ സഫർ ചെയ്തു, അവരൊക്കെ സഫർ ചെയ്തു. ഒരു 9th വരെയൊക്കെ അതിങ്ങനെ പോയി. പിന്നെ ഉമ്മ എന്നെ പറഞ്ഞ തോളത്തൊക്കെ ഇടുമ്പം അല്ലെങ്കിൽ ഉറങ്ങി എണീക്കുമ്പം മറ്റേ നമ്മുടെ പില്ലോ മൊത്തം ബ്ലഡ് ആയിരിക്കും, മൂക്കുന്നും വായിന്നൊക്കെ ബ്ലഡ് വന്നിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ റീകവർ ചെയ്ത് ചിലപ്പം ദൈവം തമ്പുരാൻ വിചാരിച്ചിട്ടുണ്ടാവും എൻ്റെ കരങ്ങളാൽ മറ്റുള്ളവർക്ക് ഒരു രോഗമുക്തി കിട്ടാനുള്ള ഒരു യോഗം. കാരണം ഒരിക്കലും രോഗം മാറ്റുന്നവൻ നമ്മളല്ല. ഞാനൊരു ദൈവവിശ്വാസിയാണ്, അതുകൊണ്ട് തന്നെ എനിക്കറിയാം രോഗം മാറ്റുന്നവൻ മുകളിലിരിക്കുന്ന അവർ തന്നെയാണ്, അല്ലാണ്ട് നമ്മളൊരു നിമിത്തം മാത്രമാണ്. അപ്പൊ ആ നിമിത്തമാവാനായിട്ട് ദൈവം ചിലപ്പോൾ എൻ്റെ കരങ്ങളാൽ നിശ്ചയിച്ചിട്ടുണ്ടാവണം. അപ്പൊ അതുകൊണ്ട് എന്തോ എൻ്റെ ആയുസ് ഇത്ര വരെ ഇട്ടു അങ്ങനെ കൊണ്ടുവന്നു. പിന്നെ എനിക്ക് തോന്നുന്നു കുറെ കൂടി സോഷ്യൽ വർക്ക് ചെയ്യാനും കുറെ കൂടി ആക്റ്റീവ് ആവാനും അവിടെ അത്രയും ഫെസിലിറ്റീസ് മീൻസ് സാഹചര്യങ്ങളില്ല. അങ്ങനെ കുട്ടികൾ ചെയ്യാറുണ്ടോ? അതായത് പഠിക്കാൻ പിന്നെ ഒരുപാട് പേര് എൻ്റെ ക്ലിനിക്കിൽ രാവിലെ 9:30 വരുമ്പോൾ തന്നെ ക്യൂ ആയിരിക്കും. അപ്പോൾ നമുക്കതൊരു ഭയങ്കര സന്തോഷമാണ്. പിന്നെ ചിലത് നമുക്ക് പറ്റിക്കപ്പെട്ടിട്ടുണ്ട്, നമ്മൾ ജെന്യുവിനിറ്റി അല്ലാത്ത, കാരണം അർഹതപ്പെട്ട കൈകളിൽ എത്തണമല്ലോ. അപ്പൊ അർഹതപ്പെട്ട കൈകളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ചില സമയത്ത് എനിക്ക് തെറ്റുപറ്റിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ കുഴപ്പമില്ല, അതൊക്കെ ദൈവാധീനല്ലേ. ഈവൻ നമ്മുടെ ഷോയിൽ തന്നെ ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ കണ്ടിരുന്നു ഒരു ശ്രീലയ ഇതുപോലെ നന്നായിട്ട് പാട്ട് പാടും, പക്ഷെ പഠിക്കാനുള്ള സാഹചര്യം അവരുടെ ഫാമിലിക്ക് ഇല്ല എന്നൊക്കെ നമ്മളെല്ലാരും അതിനെക്കുറിച്ച് ഞാനത് കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ ചിന്തിച്ചാൽ, എനിക്ക് പറയാൻ പാടുണ്ടോ അറിയില്ല, ചിന്തിച്ചായിരുന്നു. കാരണം എനിക്ക് ആ മോളെ ഏറ്റെടുത്താലോ എന്നൊക്കെ ഇങ്ങനെയുള്ളത്. സത്യം, അതായത് പാട്ട് പഠിപ്പിക്കാൻ ചേച്ചി ഹെൽപ്പ് ചെയ്യാം. തീർച്ചയായിട്ടും ആ കുട്ടി പാടിയ പാട്ട് ഞാൻ കേട്ടായിരുന്നു. അപ്പോ എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് നല്ല കഴിവുണ്ട്. ശരിക്കും നമ്മുടെ തന്നെ കണ്ണ് നിറഞ്ഞുപോയി. എങ്ങനെ കഷ്ടപ്പെട്ടാലും അവളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം എന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. ആ കഴിവുകൾ ശരിക്കും ആ കഴിവ് കുട്ടിക്ക് മാത്രമല്ല ആവശ്യം, നമ്മുടെ സമൂഹത്തിനാണ് ആവശ്യം. അപ്പൊ ആ സമൂഹത്തിന് വാർത്തെടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും റെസ്പോൺസിബിൾ ആണ്. അപ്പോ കുട്ടിക്ക് വേണ്ട എല്ലാ സഹായവും, അതായത് എത്രമാത്രം പാട്ട് പഠിക്കാൻ പറ്റുമോ അത്രയും പീക്ക് ലെവലിലോട്ട് എത്തിപ്പെടാനായിട്ട് എനിക്ക് സാധിച്ചാൽ അത് എൻ്റെ ഒരു അനുഗ്രഹമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദി അല്ലെങ്കിൽ ഈ ഒരു ഷോയിൽ കുറച്ചും കൂടി ഒരു ഭാഗ്യം കിട്ടിയത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം നമ്മളെല്ലാവരും ഒരുമിച്ച് ആഗ്രഹിച്ച ഒരു കാര്യമാണ് ആരെങ്കിലും ഒരാള് ശ്രീലയെ സപ്പോർട്ട് ചെയ്യാൻ മുന്നോട്ട് വന്നിരുന്നെങ്കിൽ എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ഒരു കാര്യമാണ്. അത് ഇത്ര പെട്ടെന്ന് സാധിക്കും, അതിനുവേണ്ടി ലക്ഷദ്വീപിൽ നിന്ന് ഒരു ഈശ്വര പിറവി പോലെ ഒരാൾ വരും നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സോ താങ്ക് യു സോ മച്ച്. വലിയൊരു കയ്യടി, ഒരു അഭിനന്ദനം ഈ ഒരു നല്ല മനസ്സിന്. ഇത്ര പെട്ടെന്ന് ഇതിനൊരു തീരുമാനമാകും എന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അപ്പൊ ശ്രീലയ ഇവിടെ തന്നെ ഉണ്ട്, നമുക്ക് ശ്രീലയെ ഒന്ന് വേദിയിലേക്ക് വിളിക്കാം. അപ്പൊ ചേച്ചി എന്നെ സന്തോഷ വാർത്ത ശ്രീലയോട് പറഞ്ഞു. തീർച്ചയായിട്ടും. അപ്പൊ ശ്രീലയെ കുട്ടി ഓടി വായോ. അടിപൊളി, സൂപ്പർ. ഇനി എല്ലാ കാര്യം നോക്കുന്നത് ആരാണ്? ഈ ആന്റിയാണ് എല്ലാം നോക്കാൻ പോകുന്നത്.
ശ്രീലയക്കുട്ടി ഇത് ആരാണ് അറിയോ? അറിയോ എന്നെ? അപ്പോൾ പാട്ടൊക്കെ സൂപ്പറായിട്ട് ഇനി പഠിക്കണ്ടേ? അടിപൊളിയായിട്ട് പഠിക്കണ്ടേ? പഠിക്കാണ്ട് തന്നെ സൂപ്പറായിട്ട് പാടുന്നുണ്ട്. അപ്പോൾ പഠിച്ചാൽ എന്തായിരിക്കും അല്ലേ? അപ്പോൾ അടിപൊളിയായിട്ട് പാട്ട് എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അത്രത്തോളം പഠിക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ആൻറ്റിക്ക് ഫോണിലൂടെ ആയാലും പാട്ട് കേൾപ്പിച്ചു തരാം കേട്ടോ. ഞാൻ ഒരുപാട് ഈ ആന്റിയാണ് ഇനി മോളെ പാട്ട് പഠിപ്പിക്കാൻ പോവാണെന്ന് സമ്മതിച്ചു. അതായത് എത്ര വേണമെങ്കിലും പാട്ട് പഠിക്കാം, എവിടെ പോയിട്ട് പഠിക്കാനൊക്കെ ഉള്ള സൗകര്യം ഈ ആന്റി ചെയ്തു തരാന്ന് പറഞ്ഞു. അപ്പൊ മോളിലൂടെയാണ് ഇനി ആന്റി പാട്ട് പഠിക്കാൻ പോണത്. അതെ, ശ്രീലയെ നന്നായിട്ട് പാട്ടൊക്കെ പഠിച്ചിട്ട് ഇടയ്ക്ക് പാട്ടൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക അല്ലേ? ഇടയ്ക്ക് പഠിപ്പിക്കോ? പഠിച്ചിട്ട് വേണം എന്നെ പഠിപ്പിക്കാൻ. അപ്പൊ നന്നായിട്ട് പാട്ടൊക്കെ പഠിക്കാൻ നല്ല മാസ്റ്റേഴ്സിനെ കണ്ടെത്തി നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. അപ്പൊ എല്ലാ സപ്പോർട്ടറും ആന്റി ഉണ്ടാവും കേട്ടോ. എന്താവശ്യം ഉണ്ടെങ്കിൽ ആന്റീനെ വിളിക്കാം. ശ്രീലയ്ക്ക് എന്താ പറയാനുള്ള ആന്റിയോട്? ഇപ്പം മൊത്തത്തിൽ ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. കാരണം ശ്രീലയുടെ ആഗ്രഹം ദൈവം സാധിച്ചു കൊടുത്തു. അത് അധികം ബുദ്ധിമുട്ടിപ്പിക്കാതെ എന്നാണ് എനിക്ക് തോന്നിയത്. അതിനുവേണ്ടി കറക്റ്റ് ആയിട്ട് നമുക്ക് കാരണം സാധാരണ നമുക്ക് ഇങ്ങനത്തെ ഗസ്റ്റുകൾ വരുന്നത് അപൂർവമാണ്. ഒരു സോഷ്യൽ വർക്കറൊക്കെ വരുന്നത് അപൂർവമാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് ശ്രീലയുടെ ഇന്നത്തെ ദിവസം തന്നെ അങ്ങനെ ഒരാൾ വന്നു, ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യാനായിട്ട് മനസ്സിൽ തോന്നിപ്പിച്ചു. അപ്പൊ ശരിക്കും ലക്കി ആയിട്ടുള്ളൊരു മോള് തന്നെയാണ്. മോളെ ആദ്യമായിട്ട് പാട്ട് പഠിപ്പിച്ച അച്ഛനും അമ്മയാണ്. അവര് പഠിപ്പിച്ചൊരു പാട്ട് നമുക്ക് വേണ്ടി ആ ഒരു ഫുൾ പാട്ട് കേട്ടാൽ എങ്ങനെ ഉണ്ടാവും? ഓ സൂപ്പർ. അതിനുമുമ്പ് നമുക്ക് എല്ലാവർക്കും ചേർന്നിട്ട് സെറീന ചേച്ചിക്ക് ഒരു സമ്മാനം കൊടുക്കണം. നമ്മുടെ വേദിയിൽ വന്ന് ഇതേപോലുള്ള ഒരു ആൾക്കാരെ കാണാൻ പറ്റിയത് ഞങ്ങൾക്ക് എല്ലാം സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ നമ്മുടെ റെഡ് കാർപ്പറ്റ് ടീമിന്റെ വക ഒരു സ്നേഹ സമ്മാനം, ഒരു ആദരവ് നമ്മൾ തരികയാണ്. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച് അമൃത. എന്താ പറഞ്ഞാൽ അമൃത TV എന്നും വുമൻസിനെ ഒരിക്കലും വേൾഡ് വൈഡിലൊക്കെ റെഡ് കാർപ്പറ്റിൽ നടക്കുക എന്ന് പറയുമ്പോൾ സാധാരണ ഒരു വീട്ടമ്മ അല്ലെങ്കിൽ സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് പോസിബിൾ അല്ല. അത്രയും അസാധാരണ കഴിവുകളൊക്കെ ഉള്ള ആൾക്കാർക്കാണ് റെഡ് കാർപ്പറ്റിൽ നടക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ റെഡ് കാർപ്പറ്റിൽ നടത്തി അവരുടെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്തൊരു ഫ്ലോറും കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ വളരെ ബ്ലെസ്സിങ് ആണ് ഈ ഫ്ലോർ. അപ്പൊ ഇനിയും റെഡ് കാർപ്പറ്റിന് ഒരുപാട് ഉയരങ്ങളിലോട്ട് എത്താൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ രണ്ടുപേരും നമ്മുടെ റെഡ് കാർപ്പറ്റിൽ ജോയിൻ ചെയ്തു.